കുറ്റിച്ചറയുന്ന രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ. കണ്ണൂരിലെ സിറ്റി മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുഴുവൻ റമദാനിന് സ്പെഷ്യൽ കൗണ്ടറുകൾ തുറക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഭക്ഷണത്തെ നിയന്ത്രിച്ച് നിങ്ങളുടെ ആത്മാവിനും നിങ്ങളുടെ ശരീരത്തിനും നന്മ നൽകാൻ കഴിയുന്ന ഇസ്ലാമിലെ ഒരു പ്രക്രിയയെ എത്ര ഭീകരമായിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് അത് ദുനിയാവും ഇല്ല ആഖിറവും ഇല്ല എന്നുള്ള രൂപത്തിൽ നമ്മളാക്കാൻ അതിലൊരുപാട് ഭക്ഷണക്രമങ്ങൾ നമ്മൾ റിസർച്ച് നടത്തുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, നമ്മൾ പിന്നെ കണ്ണൂരത്തെ പോയാൽ നിങ്ങൾ MLA എന്നുള്ള എനിക്ക് മാത്രമല്ല, അടുത്ത ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ അടുത്ത് പോരൂല. അത്രക്ക് രസമാണ്. വെറുതെ പുതിയാപ്പിളാവുകയാണെങ്കിൽ കണ്ണൂരെ പുതിയാപ്പിളാണ് കേട്ടോ. നിങ്ങൾ കുറ്റിച്ചറത്തൊന്നും മോശമാക്കി പറയല്ല. എന്ത് ജാതി തീറ്റിയാണ്, എത്ര ഭക്ഷണമാണ്. മുട്ട കൊണ്ട് മാല ഉണ്ടാക്കുക. നമ്മളെ പെണ്ണുങ്ങളൊക്കെ സമ്മതിക്കണം. ഇവരൊക്കെ ISRO കൊണ്ട് ചേർന്ന ഒരു റോക്കറ്റ് വിടും. നിങ്ങൾ ISRO കൊണ്ട് മുട്ടോണ്ട് മാല ഉണ്ടാക്കാൻ പറഞ്ഞു നോക്കി, ഓൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മുട്ട കൊണ്ട് മാല ഉണ്ടാക്കുന്ന എന്ത് ബോംബെ എങ്ങനെ വരും. അതാണ് അവിടെ കണ്ണൂരിലെ സ്ത്രീകള് കോഴിമുട്ട കൊണ്ട് മാല ഉണ്ടാക്കുക. എന്തെല്ലാം വിഭവങ്ങളാണ്. ഇതിൽ റിസർച്ച് നടത്തുകയാണ്, ഇതിൽ പരിശോധന നടത്തുകയാണ്. എന്നിട്ട് ടിവിന്റെ മുമ്പിലൊക്കെ ഇത് ഉണ്ടാക്കേണ്ട വിഭവങ്ങളുടെ രീതി ഭക്ഷണം ഇത്. എന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് ഒരാൾ നോമ്പ് തുറന്നപ്പോൾ ഒരാളോട് മൊലാക്കാരോട് പറഞ്ഞാൽ ഇനിയിപ്പോൾ തറാവി നിസ്കരിക്കേണ്ട വിഷയം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ തറാവി എന്തെങ്കിലും നടക്കുള്ളൂ, ഇനി മയ്യത്തുകാർ നടക്കുള്ളൂ, കാരണം അതിന് കുമ്പിടലൊന്നുമില്ലല്ലോ. ഇതൊന്നും നോമ്പ് തുറന്നാൽ എങ്ങനെ തറാവി കരിക്കുക? ആ ജാതി തീറ്റിയാണ്. ഒരു പഴവും കൂടെ കുത്തിക്കയറ്റി കൂട്ടാൻ ഒരു ചങ്ങായി ചോദിച്ച മാതിരി ഒന്നിനും സ്ഥലമില്ല. നോമ്പ് എന്തിനു വേണ്ടിയാണ്? ആരെയാണ് വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ നിങ്ങളോട് പകൽ സമയത്ത് വ്രതമെടുക്കണമെന്ന് പറഞ്ഞ അള്ളാഹുവിനെ സത്യത്തിൽ CH പറഞ്ഞ പോലെ നമ്മുടെ ഒരു പകരം വീട്ടിൽ ആരെയാ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത്? മാരിബ് എന്ന് പറയുന്ന ഒരു ഡെഡ് ലൈൻ കാണിച്ചിട്ട് ബാക്കി നമ്മൾ അള്ളാഹുവിനെ ആ ഡെഡ് ലൈനിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞൊരു വെള്ളം കുടിക്കുന്നതോട് മറക്കല്ലേ ചെയ്യണത്? എന്തുമാത്രം ഭീകരതയാണിത്.